അങ്ങനെ സ്കേർട്ടിങ്ങിന്റെ വർക്ക് എല്ലാം തന്നെ കഴിഞ്ഞ് ബോണറ്റിന്റെയും ബമ്പറിന്റെയൊക്കെ റീപെയിന്റിങ്ങും കഴിഞ്ഞ് വാഹനം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാഹനത്തിൽ ആംബിയൻ ലൈറ്റിംഗ് കയറ്റുന്ന വർക്ക് നമ്മൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരുന്നത് ഡോർ പാഡൊക്കെ ഇളക്കുന്ന സമയത്താണ് ഒരു പണി നമ്മൾ ശ്രദ്ധിച്ചത്. ഡോർ പാഡിനുള്ളിൽ വിൻഡോ വൈൻഡർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് റസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇളക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഡോറിന് മാത്രമല്ല 4 ഡോറിന്റെയും വിൻഡോ വൈൻഡർ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റായി പൊട്ടുന്ന അവസ്ഥയിലും പൊട്ടിയ അവസ്ഥയിലും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ ഇതേ ലെവലിൽ വെച്ച് തന്നെ ഡോർ പാഡിൽ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലിരിക്കുന്ന വിൻഡോ വൈൻഡർ ഏത് നിമിഷം വേണം പൊട്ടാം. പൊട്ടിക്കഴിഞ്ഞാൽ വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് വീണ് പോകാനും സാധ്യതയുണ്ട്. മേ ബി അത് ഗ്ലാസ് പൊട്ടുന്നതിന് കാരണമാകാം, പവർ വിൻഡോ വർക്ക് ചെയ്യാത്തതിന് കാരണമാകാം, പല കാരണങ്ങൾ ഈ ഒരു ഇഷ്യൂ കൊണ്ട് വരാം. അപ്പോൾ ഈ രീതിയിൽ വാഹനത്തിൽ ഒരു കംപ്ലൈന്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ വണ്ടിയെ പണിഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല. അങ്ങനെ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തു, അവർക്ക് ഇതിന്റെ സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. അവർ പറഞ്ഞു അപ്പോൾ എന്തായാലും പുതിയ സാധനം മേടിക്കാമെന്ന് അപ്രൂവൽ തന്നു. നമ്മൾ ടൊയോട്ടയിൽ നിന്ന് ജെനുവിൻ പാർട്സ് ഞാൻ ഓർഡർ ചെയ്തെടുത്തു. സോ ടൊയോട്ടയുടെ പാർട്സ് ആയതുകൊണ്ട് തന്നെ സംഭവം കിട്ടി. പക്ഷേ ഒരല്പം കോസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവെ ടൊയോട്ടയുടെ സ്പെയർ പാർട്സിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. എനിവേ നമുക്ക് 4 വർക്കിംഗ് ഡേയ്സിൽ നിപ്പോൺ ടൊയോട്ടയിൽ നിന്ന് സ്പെയർ എല്ലാം തന്നെ കിട്ടി. അങ്ങനെ സ്പെയർ എല്ലാം തന്നെ കൊണ്ടുവന്ന് അതിന്റെ ഫിക്സിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ വീഡിയോ കൂടി അടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും.